പയ്യന്നൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. നേത്രപരിചരണ മേഖലയിൽ മികവാർന്ന സേവനം കാഴ്ചവെച്ച് പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി കൂടുതൽ വിശാലവും നവീന സാങ്കേതിക സൗകര്യങ്ങളോടെയും പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ പെരുമ്പ സി വോയ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി.ഐ. മധുസൂദനൻ MLA ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരം മഹിമ നമ്പ്യാർ മുഖ്യാതിഥിയായി. 2 നിലകളിലായി ഒരുക്കിയ കണ്ണാശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക പരിശോധനാ ചികിത്സാ സംവിധാനങ്ങളും ഏറ്റവും പുതിയ കണ്ണടകളും മരുന്നുകളും പ്രത്യേകം വിഭാഗങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിൽ നല്ല തിരക്കുണ്ട്. നല്ല നിലയിൽ അവർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പയ്യന്നൂരിലെ മറ്റ് കണ്ണ് പരിശോധനാ വിഭാഗം ആശുപത്രികളിലും ഒരു പ്രയാസമില്ലാതെ കാര്യങ്ങൾ നല്ല നിലക്ക് തന്നെ അവിടെ നടന്നു വരുന്നു. അപ്പോൾ അത് കൂടുതൽ മികച്ച സൗകര്യങ്ങളും മികച്ച സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് ജനങ്ങളുടെ നല്ല നിലയിലുള്ള അവരുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതി കൂടിയാണ്. കണ്ണ് ചികിത്സയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിൽ ആ ഓരോ പുതിയതിനെയും സ്വീകരിച്ച് അത് ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ചികിത്സാ മേഖലയുടെ ഉത്തരവാദിത്വം. ആ രീതിയിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ അവരുടെ 2 യൂണിറ്റുകൾ പയ്യന്നൂരിലെ യൂണിറ്റ് തുടങ്ങുമ്പോൾ മുതലുള്ള ഞങ്ങളുടെ ഒരു ബന്ധവും സൗഹൃദമുണ്ട്. കണ്ണൂർ AKG ആശുപത്രിയുടെ ഭാഗമായി കണ്ണ് വിഭാഗം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രത്യേക ഒരു യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനാണ് അതിൻ്റെ മുഖ്യ ചുമതലയേറ്റത്. മുകേഷ് അവിടെ CEO ആയിട്ട് ചുമതല വഹിച്ചു. ഡോക്ടർ സുരേഷ് ബാബു പൂർണ്ണമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് മറ്റു ഡോക്ടർമാരെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ കണ്ണൂരിൽ നല്ല നിരക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. ഒരുപാട് സന്തോഷം. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിയിൽ ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും നമുക്കറിയാം, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മുകുന്ദ ഹോസ്പിറ്റൽ ആദ്യം 2 നിലകളിലായി പിന്നെ 3 ഫ്ലോറിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇത്രയും വിശാലമായ രീതിയിൽ ഇത്രയും സൗകര്യത്തോടു കൂടി ഇങ്ങനെ ഒരു പുതിയൊരു സ്ഥലത്ത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഐ കൺസേണുമായി വരുന്ന ഏതൊരാളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷനാണ് ഈ ഐ ഫൗണ്ടേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. സുകുമാരൻ സ്വാഗതവും ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ ഹോസ്പിറ്റൽ CEO മുകേഷ് അത്തായി, ചെയർമാൻ ഡോക്ടർ സുരേഷ് ബാബു, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തുടങ്ങിയ നിരവധി രാഷ്ട്രീയ, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തികളും സംബന്ധിച്ചു. പയ്യന്നൂരിൽ കൂടാതെ കണ്ണൂർ താണയിലും തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നീ പട്ടണങ്ങളിലും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണാശുപത്രിയാണ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളോടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ ബഹുനില കെട്ടിടത്തിലേക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ മാറിയിരിക്കുന്നത്. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.